ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി പായസമാണ് കേട്ടോ. മുത്തുമണി പായസം. അതായത് നമ്മുടെ ചവ്വരി വെച്ചിട്ട് വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു പായസമാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോഴും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഒരു പായസം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ചവ്വരി അല്ലെങ്കിൽ സാബുദാന അല്ലെങ്കിൽ സാഗോസീഡ് എന്നൊക്കെ പറയും. അപ്പോൾ 1/2 കപ്പ് അളവിനാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചവ്വരി കുതിർത്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുതിർത്തെടുത്ത ചവ്വരി നന്നായിട്ടൊന്ന് കഴുകി അരിപ്പയിൽ അരിച്ചെടുത്തതാണ് കേട്ടോ. തീരെ വെള്ളം ഇല്ലാതെ എടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് നമ്മൾ പായസം വെക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട്, 5 മിനിറ്റ് വേണമെന്നില്ല, ഒരു 2-3 മിനിറ്റ് മതി. ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചവ്വരി വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷമാണ് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ വേവുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ചവ്വരി ഇതുപോലെ വെന്ത് നല്ലതായിട്ട് കിട്ടും. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വേവുന്ന സമയത്ത് ശരിക്കും ഒരു കണ്ണാടി മുത്ത് പോലെ ആണ് കാണുന്നത്. ഇതേ ഒരു പരുവത്തിന് വേണം നമ്മൾ റെഡിയാക്കാനുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞ് ചേരുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് മിൽക്കാണ്, കട്ടിയുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലാണെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നതുവരെയും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് കുറുകി വരുന്നതാണ് കേട്ടോ പാകം. ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ മാത്രം മതി. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലൊന്ന് കുറുകി വരുന്നതാണ് പാകം. ഒരുപാട് നമ്മൾ കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ നല്ല ലൂസോട് കൂടി തന്നെ ഇത് വാങ്ങി വെക്കണം. അപ്പോൾ ഇതേ ഒരു പരുവത്തിന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന തണുത്ത് ചെറിയ ചൂടൊക്കെ മാറി കഴിക്കുന്ന സമയത്ത് കറക്റ്റ് പാകമാവും. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങയും വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. നെയ്യിലാണ് വറുത്തെടുത്തത്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പായസമാണ്. ചവ്വരി ആയതുകൊണ്ട് ടേസ്റ്റ് കാണുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചവ്വരിയുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും വരുന്നില്ല. പായസം ആകുമ്പോഴത്തേക്ക് നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട്, നല്ല ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്